നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എവല്യൂഷൻ. അപ്പം എവല്യൂഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഓഫ് ആൻ എക്സ്പീരിമെൻറ്റ് ഈസ് ഗിവൺ ബിലോ. ഒരു എക്സ്പീരിമെൻസിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് എ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ എക്സ്പീരിമെൻറ്റ്. ഈ എക്സ്പീരിമെൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് എ കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ എക്സ്പീരിമെൻറ്റ്. ഈ എക്സ്പീരിമെൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സ്പീരിമെൻറ്റിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവല്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റാണ്. അതിനെ യൂറി മില്ലർ എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. യൂറി മില്ലർ എക്സ്പെരിമെൻ്റ്, അതാണ് എ എഴുതേണ്ടുന്നത്. യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ്. യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ് അത് ബയോകെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ ബയോകെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ് യൂറി മില്ലർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ബി, ഹൂ കണ്ടക്ട് ദിസ് എക്സ്പെരിമെൻറ്റ്സ്. ഈ എക്സ്പെരിമെൻ്റ് ആരാ കണ്ടക്ട് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ എക്സ്പെരിമെൻ്റ് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റും ചോദിക്കും. ഇവിടെ ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഇവിടെ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത് ആരാണെന്ന്. ഈ എക്സ്പെരിമെൻറ്റ് യൂറി മില്ലർ. അതുകൊണ്ടാണ് യൂറി മില്ലർ എക്സ്പെരിമെൻ്റ് എന്ന് തന്നെ പറയുന്നത്. ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെൻറ്റ്. അവർ രണ്ടും കൂടി ചേർന്ന്, രണ്ട് ബയോകെമിസ്റ്റാണ്, ഇവർ രണ്ടും കൂടി ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണിത് യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ്സ്. ഇപ്പോൾ യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ്സിനകത്ത് ബോയിലിംഗ് വാട്ടർ എടുത്തിട്ടുണ്ട്. ആ ബോയിലിംഗ് വാട്ടറിനെ എന്ത് ചെയ്യുന്നറിയാമോ, അതിൻ്റെ അഗ്രഭാഗം എൻഡെന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ആ ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് മീഥേൻ, അമോണിയ, വാട്ടർ, ഹൈഡ്രജൻ തുടങ്ങിയ ഗ്യാസസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് രണ്ട് ഇലക്ട്രോഡ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. 800 ഡിഗ്രി സെൽഷ്യസിനകത്ത് പ്രിമിറ്റീവ് എർത്തിൻ്റെ കണ്ടീഷൻസ് സ്വന്തമായിട്ട് ലാബിൽ യൂറി മില്ലർ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഇലക്ട്രോഡ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് സ്പാർക്ക് കൊടുക്കാൻ വേണ്ടി, ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കാൻ വേണ്ടി 800 ഡിഗ്രി സെൽഷ്യസിനകത്ത് ആണ് ഈ ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് റിയാക്ഷൻസ് നടക്കുന്നത്. ആ റിയാക്ഷൻ നടന്ന് അതിനകത്തുള്ള ഈ മിക്സർ ഓഫ് ഗ്യാസസുകൾ റിയാക്ട് ചെയ്തിട്ട് വരുന്ന റിയാക്റ്റിംഗ് മിക്സേഴ്സുകൾ താഴേക്ക് വരും. വളരെ ഹോട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ തണുപ്പിക്കാനായിട്ട് അതിന് താഴെയായിട്ട് കണ്ടൻസർ വെച്ചിട്ടുണ്ട്. ആ കണ്ടൻസറിനകത്ത് കണ്ടൻസർ കൊണ്ട് ഈ റിയാക്റ്റിംഗ് മിക്സർ തണുത്ത് വീഴുന്നിട്ടുള്ള റിയാക്റ്റിംഗ് മിക്സേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട്, അതിനകത്തുള്ള റിയാക്റ്റിംഗ് മിക്സർ കളക്ട് ചെയ്യാനായിട്ട് താഴെയായിട്ട് ഒരു കോണിക്കൽ ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. ആ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞുള്ള മിക്സർ വരുന്ന മിക്സേഴ്സ് കിട്ടും. ആ മിക്സേഴ്സിനകത്തൂടെ അവരെ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തത് അതിനെ ബയോകെമിക്കൽ അനാലിസിസിന് വിധേയമാക്കിയപ്പോൾ ആ കിട്ടിയ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് അടുത്ത ചോദിച്ചിരിക്കുന്നത് സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ എവല്യൂഷൻസിനകത്ത് ഈ എക്സ്പെരിമെൻറ്റ്സിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള കോംപ്ലക്സ് മോളിക്യൂൾസുകൾ ഇൻഓർഗാനിക് ആയിട്ടുള്ള സിമ്പിൾ മോളിക്യൂൾസിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്സ് ഇൻ ദി എവല്യൂഷൻ. പരിണാമത്തിന് ഇത് നൽകുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ബയോകെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫോംഡ് ഫ്രം സിമ്പിൾ ഇനോർഗാനിക് മോളിക്യൂൾസ്. സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. ഇനോർഗാനിക് മോളിക്യൂൾസ്, അതായത് ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് ഈ എക്സ്പെരിമെൻ്റ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. നമ്മുടെ പ്രിമിറ്റീവ് എർത്തിൻ്റെ കണ്ടീഷൻസ് 1953 ഈ രണ്ട് ബയോകെമിസ്റ്റുകൾ സ്വന്തമായിട്ട് ലാബിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സിൻ്റെ പേരാണ് യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ്. ഐഡൻറ്റിഫൈ ദ എക്സ്പെരിമെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടക്ട് ചെയ്തത് ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലറാണ്. അതാണ് ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്.
എക്സ്പീരിമെൻ്റൽ പ്രൂഫ് എന്ന് പറയും. ഈ ബയോകെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ പ്രപ്പോസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ഒപ്പാരിൻ ആൻഡ് ഹാൽഡേ. അങ്ങനെയും ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബയോകെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ എഴുതേണ്ട ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ. ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ ആണ് എക്സ്പീരിമെൻ്റൽ പ്രൂഫ് ഫോർ ദി ബയോകെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ അതിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എവല്യൂഷൻസിനകത്ത് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസുകൾ എക്സാമിനേഷൻസിന് എപ്പോഴും ഉണ്ടാകും. എക്സാമ്പിൾ തന്നും ചോദിക്കും. ഹോമലോഗസ് ഓർഗനും അനലോഗസ് ഓർഗൻസും എന്തുവാണെന്ന് ചോദിക്കും. തന്നിരിക്കുന്ന സെറ്റ് ഓഫ് എക്സാമ്പിൾസിനകത്ത് ആരൊക്കെയാണ് ഹോമലോഗസ് ഓർഗൻ, ആരൊക്കെയാണ് അനലോഗസ് ഓർഗൻസ് എന്നും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ അനലോഗസ് ഓർഗൻസ് എന്നാണ്. അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ ആണ്. ഓർഗൻസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. ഹാവിങ് സിമിലർ ഫങ്ഷൻ, ഫങ്ഷൻ സിമിലർ ആണ് ബട്ട് ഡിസിമിലർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. ഡിസിമിലർ ആണ്, സ്ട്രക്ചറും ഒറിജിനും ഡിഫറൻ്റ് ആണ്. അതാണ് നമ്മൾ ഡിസിമിലർ എന്ന് പറയുന്നത്. ഫങ്ഷൻ സിമിലർ ആയിരിക്കും ബട്ട് ഡിസിമിലർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ഓർ ഡിഫറൻ്റ് എന്നും പറയാം. ഡിസിമിലറിൻ്റെ മറ്റൊരു മീനിങ് ആണ് ഡിഫറൻറ്റ്. ഓർഗൻസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ, അത് ഒരേപോലുള്ള ഫങ്ഷനും വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രക്ചറും ഒറിജിനുമാണ് എങ്കിൽ അങ്ങനെയുള്ള ഓർഗൻസിനെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓർഗൻസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ ബട്ട് ഡിസിമിലർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ, അങ്ങനെയുള്ളതാണ് അനലോഗസ് ഓർഗൻസ്. അപ്പോൾ അതാണ് നമ്മളവിടെ എഴുതേണ്ടുന്നത്. അടുത്ത ബി പാർട്ട്, ഐഡൻറ്റിഫൈ അനലോഗസ് ഓർഗൻസ് ഫ്രം ദ ഗിവൺ എക്സാമ്പിൾസ്. നമ്മൾ NCERT പഠിച്ച എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അനലോഗസ് ഓർഗൻസുകളുടെ എക്സാമ്പിൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്ന്, ഐ ഓഫ് ഓക്ടോപ്പസ് ആൻഡ് മാമൽസ്. അപ്പോൾ അതിന് 2 പേരുടെയും ഫങ്ഷൻസ് ആണ്. ഒക്ടോപ്പസ് നീരാളിയുടെ കണ്ണും മാമൽസ് സസ്തനജീവിയുടെ കണ്ണും ഫങ്ഷൻ സെയിം ആണ്. വിഷനാണ് ഫങ്ഷൻ സെയിം ആണ്, പക്ഷേ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഒക്ടോപ്പസിൻ്റെ കണ്ണിൻ്റെ റെറ്റിന ഉണ്ടാകുന്നത്, റെറ്റിന ഫോം ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് അറിയാമോ? റെറ്റിന ഫോംഡ് ഫ്രം സ്കിന്നിൽ നിന്നാണ്. മാമൽസിനകത്താണെങ്കിൽ റെറ്റിന ഫോം ചെയ്യുന്നത് എംബ്രിയോണിക് ബ്രെയിനിൽ നിന്നാണ്. എംബ്രിയോണിക് ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ സ്ട്രക്ചറും ഒറിജിനും ഡിഫറൻ്റ് ആണ്. 2 പേരുടെയും ഫങ്ഷൻ സെയിം ആണ്. ഫങ്ഷൻ സെയിം എന്ന് പറഞ്ഞാൽ വിഷനാണ് ഫങ്ഷൻ. അതുകൊണ്ട് അത് അനലോഗസ് ഓർഗനാണ്. കറക്റ്റ്. വെഡിബ്രേറ്റ് ഹാർട്ട് ഹോമലോഗസ് ഓർഗനാണ്. കാരണം സ്ട്രക്ചറും ഒറിജിനും സെയിം ആണ്. എല്ലാ വെഡിബ്രേറ്റ്സിൻ്റെ ഹാർട്ട് മീസോഡേർമി എന്നാണ് ഉണ്ടാകുന്നത്. മീസോഡേർമി എന്ന് പറയുന്ന ജേം ലെയറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അത് ഹോമലോഗസ് ഓർഗനാണ്. ഹോമലോഗസ് ഓർഗനിലാണ് വരുന്നത്. അപ്പോൾ അത് വരത്തില്ല. അടുത്ത നമുക്ക് അനലോഗസ് ഓർഗൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ ആണ്. അടുത്ത വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ വിങ്സ് 4 ലിംസ് മോഡിഫൈ ചെയ്താണ് ഉണ്ടായിട്ടുള്ളത്. ബട്ടർഫ്ലൈയുടെ വിങ്സ് എന്ന് പറഞ്ഞാൽ കൈറ്റിൻ, ആർത്രോപോഡയാണ്, കൈറ്റിൻ്റെ എക്സ്പാൻഷനാണ്. പക്ഷേ 2 പേരുടെയും ഫങ്ഷൻ സെയിം ആണ്. ഫ്ലൈറ്റ് എന്നുള്ളതാണ് ഫങ്ഷൻ സെയിം ആണ്, ഫ്ലൈറ്റ്. അപ്പോൾ അതും അനലോഗസ് ഓർഗൻ എക്സാമ്പിളാണ്. അടുത്തത് 4 ലിംസ് ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻസ്. അപ്പോൾ അതിന് ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. ചീറ്റ ഓടാനും ഉപയോഗിക്കുന്നത്, മനുഷ്യൻ അല്ലാതുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് 4 ലിംസ് ഉപയോഗിക്കുന്നത്, ഹോൾഡ് ചെയ്യാനും എഴുതാനും അങ്ങനെയുള്ള പർപ്പസിനാണ്. അപ്പോൾ ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. പക്ഷേ സ്ട്രക്ചർ ചീറ്റയുടെ 4 ലിംസും ഹ്യൂമണിൻ്റെ 4 ലിംസും ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത് ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റകാർപ്പൽസ്, ഫലാഞ്ചൻസ് എന്ന് തുടങ്ങിയ ബോൺ കൊണ്ടാണ്. സ്കെലിറ്റൽ ഹോമലോഗി ഉണ്ട്. ഇത് ഹോമലോഗസ് ഓർഗനാണ് എക്സാമ്പിൾസ്. അപ്പോൾ ഹോമലോഗസ് ഓർഗൻസും കൂടെ നമ്മളിവിടെ ഓർത്തിരിക്കണം. 2ഉം കൂടി ഒരുമിച്ചാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അനലോഗസ് ഓർഗൻസ് ചോദിച്ചു. ഓർഗൻസ് ഹാവിങ് സിമിലർ ഫങ്ഷൻ ഒരേപോലെയാണ്, സ്ട്രക്ചറും ഒറിജിനും ഡിഫറൻ്റ് ആണ്. തന്നിരിക്കുന്നതിൽ അനലോഗസ് ഓർഗൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്, രണ്ടാമത്തത് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ് ആണ്. ഇത് 2ഉമേ അനലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ എഴുതിയെടുക്കണം. അതാണ് അനലോഗസ് ഓർഗൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. വെഡിബ്രേറ്റ് ഹാർട്ട്
എന്ന് പറയുന്നത് മീസോഡോമിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. എല്ലാത്തിനും ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. അത് ഹോമലോഗസ് ഓർഗനാണ്. മനസ്സിലായോ? അതേപോലെ ഫോർ ലിംസ് ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻസും ഹോമലോഗസ് ഓർഗനാണ് എക്സാമ്പിൾ. അപ്പോൾ അത് നമ്മൾ അവിടെ ഓർത്തിരിക്കണം. അപ്പോൾ അതേപോലെ ഹോമലോഗസ് ഓർഗൻസ് ലീഡ് ടു ഡൈവേർജൻ്റ് എവല്യൂഷൻസ്, HD എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്തിരിക്കണം. അതുപോലെ അനലോഗസ് ഓർഗൻ എന്തിന് കാരണമാകും? അനലോഗസ് ഓർഗൻ ലീഡ് ടു കൺവെർജൻ്റ് എവല്യൂഷനാണ് കാരണമാകും. അനലോഗസ് ഓർഗൻ ലീഡ്സ് ടു കൺവെർജൻ്റ് എവല്യൂഷന് കാരണമാകും. നമ്മൾ തിരിഞ്ഞു പോകാതിരിക്കാൻ HD ആൻഡ് AC എന്ന് പറയുന്ന രണ്ട് കോഡ് ഓർത്താൽ മതി. അനലോഗസ് ഓർഗൻ ലീഡ് ടു കൺവെർജൻ്റ് എവല്യൂഷൻ AZ, ഹോമലോഗസ് ഓർഗൻ ലീഡ് ടു ഡൈവർജൻ്റ് എവല്യൂഷൻ ഓർ HD എന്ന് പറയുന്ന കോഡ്. അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അത് ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനി 2 തിയറീസ്, ഒരുപാട് തിയറീസ് ഉണ്ട്, ഏതെങ്കിലും 2 തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തിയറി എഴുതും. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ എബയോജെനിസിസ്. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ അല്ലെങ്കിൽ എബയോജെനിസിസ് തിയറി എന്ന് പറയും. മറ്റൊരു പേരാണ് എബയോജെനിസിസ്, തിയറി ഓഫ് എബയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ലൈഫ് കെയിം ഔട്ട് ഫ്രം റോട്ടിംഗ് ആൻഡ് മാറ്ററുകളിൽ നിന്നാണ് ലൈഫ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ എബയോജെനിസിസ്. അഴുകുന്ന ചെളി, മഡ് തുടങ്ങിയുള്ള വൈക്കോൽ, സ്ട്രോ തുടങ്ങിയവയിൽ നിന്നാണ് ലൈഫ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന തിയറിയാണ്. ലൈഫ് കെയിം ഔട്ട് ഫ്രം റോട്ടിംഗ് മാറ്റർ, അഴുകുന്ന ചീയുന്ന മെറ്റീരിയലായ റോട്ടിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള മഡ്, ചെളി, അതുപോലെ വൈക്കോൽ, സ്ട്രോ എന്നിവയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്ന തിയറിയാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ഏതെങ്കിലും 2 തിയറി എഴുതിയാൽ മതി. രണ്ടാമത്തെ തിയറിയുടെ പേരാണ് സ്പോറുലേഷൻ തിയറി ഓർ തിയറി ഓഫ് പാൻസ്പെർമിയ എന്നും പറയും. തിയറി ഓഫ് പാൻസ്പെർമിയ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറയും സ്പോറുലേഷൻ തിയറി. ഏതെങ്കിലും 2 തിയറി എഴുതിയാൽ മതി. വേറെ ഒരുപാട് തിയറി ഉണ്ട്. തിയറി ഓഫ് ബയോജെൻസിസ് ഉണ്ട്, ബയോകെമിക്കൽ തിയറി ഉണ്ട്, തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ഉണ്ട്. ഇവിടെ ഏതെങ്കിലും 2 തിയറി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. മെൻഷൻ എനി 2 തിയറി ദാറ്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതെങ്കിലും 2 തിയറി മെൻഷൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേര് എഴുതിയാൽ മതി എന്നാണ്, പക്ഷെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ അറിയണം. തിയറി ഓഫ് പാൻസ്പെർമിയ ഓർ സ്പോറുലേഷൻ തിയറി പറയുന്നത് യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് സ്പോർ. ലൈഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്പോർസ് ആണെന്നാണ് പറയുന്നത്. ദ സ്പോർസ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ഡിഫറെൻറ്റ് പ്ലാനറ്റ്. ഈ സ്പോറുകൾ എല്ലാ ഗ്രഹങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്ത്, ഇൻക്ലൂഡിങ് എർത്ത്, നമ്മുടെ എർത്ത് ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിലേക്ക് ഈ ജീവൻ്റെ കണികയായിട്ടുള്ള സ്പോറുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് പാൻസ്പെർമിയ ഓർ സ്പോറുലേഷൻ തിയറി എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് എ സ്പോർസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെൻറ്റ് പ്ലാനറ്റ് ഇൻക്ലൂഡിങ് എർത്ത്. എല്ലാ ഗ്രഹങ്ങളിലേക്കും ജീവൻ്റെ കണികകളായിട്ടുള്ള സ്പോറുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വിതറി കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എർത്തിലും ആ കണിക ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, വിതറിക്കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന തിയറിയാണ് തിയറി ഓഫ് പാൻസ്പെർമിയ ഓർ സ്പോറുലേഷൻ തിയറി. ആ സ്പോറിൽ നിന്നാണ് ലൈഫ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നതുകൊണ്ടാണ് സ്പോറുലേഷൻ തിയറി ഓഫ് പാൻസ്പെർമിയ എന്ന് പറയുന്നത്. അടുത്ത സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എവരി ലിവിങ് ആൻഡ് നോൺ ലിവിങ്സ് ആർ ക്രിയേറ്റഡ് ബൈ എ സൂപ്പർ നാച്ചുറൽ പവർ, ദാറ്റ് ഇസ് എ ഗോഡ്. അതാണ് നമ്മൾ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ ഓർ ക്രിയേഷനിസം എന്ന് പറയും. അടുത്തത് ബയോജെനിസിസ് തിയറി ഉണ്ട്. ലൈഫ് ഫ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫ് ഫോമിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നതാണ് ബയോജെനിസിസ് തിയറി. നമ്മൾ മുമ്പേ പറഞ്ഞ ബയോകെമിക്കൽ തിയറി, അങ്ങനെ പല തിയറികളുണ്ട്. ഏതെങ്കിലും 2 തിയറി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമ്മൾ എല്ലാ തിയറി അറിഞ്ഞിരിക്കണം, ഒറിജിൻ ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറികൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചത് 2 തിയറി, ഏതെങ്കിലും 2 തിയറി. ഇത് തന്നെ തിയറി ഓഫ് ബയോകെമിക്കൽ തിയറി എഴുതാം, അല്ലെങ്കിൽ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ എഴുതാം, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഓർ എബയോജെനിസിസ് എഴുതാം, തിയറി ഓഫ് പാൻസ്പെർമിയ എഴുതാം. അടുത്ത തിയറിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, തിയറി ഓഫ് ബയോജെനിസിസ്. 5 തിയറിയിൽ ഏതെങ്കിലും 2 തിയറി എഴുതിയാൽ മതി. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. ഓരോ തിയറിയും പഠിക്കണം, പ്രത്യേകം ചോദിക്കാറും ഉണ്ട് മെൻഷൻ ചെയ്ത്, അതുകൊണ്ട് അതെല്ലാം അറിഞ്ഞിരിക്കണം.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ദ ഒറിജിനൽ സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ് evolved into many other forms with the altered beaks and identify the evolutionary phenomenon and define it. അതായത് ഗാലപ്പാഗോസ് ഐലൻഡ്സിലാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന എവല്യൂഷണറി ബയോളജിസ്റ്റ് പോയത്. HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പൽ യാത്രയിൽ അദ്ദേഹം എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് സ്റ്റേഷനാണ് ഗാലപ്പാഗോസ് ഐലൻഡ്. അവിടെ 13 വെറൈറ്റിയിൽ ബ്ലാക്ക് സ്മോൾ ബേർഡ്സ്, പലതരത്തിലുള്ള അൾട്ടേർഡ് ബീക്ക്, ചുണ്ടുള്ള പക്ഷികളെ അദ്ദേഹം കണ്ടു. ആൻഡ് ഐഡൻറ്റിഫൈ ദ എവല്യൂഷണറി ഫിനോമിനൻസ്. ആ ഫിനോമിനൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഓർ ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസിന് എക്സാമ്പിളാണ്. ഓർ എവിഡൻസസ് ഫോർ എവല്യൂഷൻ ബൈ ബയോജിയോഗ്രാഫി എന്ന് പറയും. അതിനാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ എവല്യൂഷണറി ഫിനോമിന. ഫിനോമിനൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ഡിഫൈൻ ഇറ്റ്. അത് ഡിഫൈൻ ചെയ്യണം. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻസ്? പ്രോസസ് ഓഫ് formation of different species, process of formation of different species. പലതരത്തിലുള്ള സ്പീഷ്യസുകൾ ഉണ്ടാവും. എവിടെ നിന്നും? ഡിഫറെൻറ്റ് സ്പീഷ്യസ് സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ് ആൻഡ് literally radiating into other area of geography. അതായത് ഗാലപ്പാഗോസ് ഐലൻഡ്സിൽ ഇത് സീഡ് ഈറ്റിംഗ് ബേർഡ്സ് ആണ്. സീഡ് ഈറ്റിംഗ് ബേർഡ്സ്, വിത്ത് തിന്ന് ജീവിച്ചിരുന്ന പക്ഷികളാണ്. അതിൽ നിന്നും പല വെറൈറ്റി ബീക്കുള്ള പക്ഷികളുണ്ടായി. അതായത് കാറ്റ്കസ് ഈറ്റിംഗ്, കല്ലിമുൾച്ചിടി തിന്നുന്നത്, അതുപോലെ ഇൻസെക്റ്റ് ഈറ്റിംഗ് ഫിഞ്ചസ്, ഇൻസെക്റ്റുകളെ തിന്നുന്ന ഫിഞ്ചസുകളെല്ലാം ഈ ഒറിജിനലായ ആൻസെക്ടർ സീഡ് ഈറ്റിംഗ് ആണ്. പൂർവികൻ എന്ന് പറയുന്നത് വിത്ത് തിന്ന് ജീവിച്ചിരുന്ന ജീവികളാണ്. ആ ജീവികളിൽ നിന്നും പല സ്പീഷ്യസ്, അതാ പറഞ്ഞത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷ്യസ് സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർവികന്മാർ സീഡ് ഈറ്റിംഗ് വിത്ത് തിന്ന് ജീവിച്ചിരുന്ന ചുണ്ടുള്ള ജീവികളിൽ നിന്നും കള്ളിമുൾച്ചെടി കഴിക്കുന്നതും ഇൻസെക്റ്റുകളെ തിന്നുന്നതുമായിട്ടുള്ള പല അൾട്ടേർഡ് ബീക്ക്, പല ഷേപ്പ് ബീക്കുള്ള പക്ഷികൾ ഉണ്ടായി. ഈ പൂർവികന്മാരെല്ലാം സീഡ് ഈറ്റിംഗ് ആൻസെക്ടറാണ്. അതിൽ നിന്നാണ് ഉണ്ടായത് ആ ഏരിയയുടെ ജിയോഗ്രാഫിയിലെ പല ഭാഗത്തായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ ആ എവല്യൂഷണറി ഫിനോമിനൻ എഴുതണം, അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്നിട്ട് അത് ഡിഫൈൻ ചെയ്യണം. ഇതേപോലെ ഡിഫൈൻ ചെയ്യണം. അതാ ചോദിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ എവല്യൂഷണറി ഫിനോമിനൻ. എവല്യൂഷണറി ഫിനോമിനൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഡിഫൈൻ ഇറ്റ്. അത് ഡിഫൈൻ ചെയ്യണം. മനസ്സിലായോ? ഇതുപോലെ അഡാപ്റ്റീവ് റേഡിയേഷൻസിന് വേറെ എക്സാമ്പിൾസ് ഉണ്ട്. മാർസൂപ്പിയൽ റേഡിയേഷൻസും ഉണ്ട്. പൗച്ച്ഡ് മാമലായ മാർസൂപ്പിയൽസിൻ്റെ റേഡിയേഷൻസ്. മനസ്സിലായോ? അതും അതൊരു എക്സാമ്പിളാണ്. അതുപോലെ പ്ലാസെൻ്റൽ മാമൽസ് അതിൻ്റെ റേഡിയേഷൻ. അപ്പോൾ അതൊക്കെ എക്സാമ്പിൾസ് ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ വിത്ത് ഡൈവേർജൻ എവല്യൂഷൻ ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻസ് വിത്ത് ഡൈവേർജൻ എവല്യൂഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വിച്ച് എമോങ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമലോഗി. ഇവിടെ ഹോമലോഗിക്ക് എക്സാമ്പിൾസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഐ ഓഫ് ഓക്ടോപ്പസ് ആൻഡ് മാമൽസ്, അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അത് അനലോഗസ് ഓർഗനാണ്. അനലോഗിക്കാണ് എക്സാമ്പിൾ. അനലോഗസ് ഓർഗനാണ്. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ, അതും അനലോഗസ് ഓർഗനാണ്. പ്ലാന്റ്സിനകത്തുള്ള അനലോഗസ് ഓർഗൻ ഓർ അനലോഗിക്ക് എക്സാമ്പിൾ. തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗെയിൻ വില്ല ആൻഡ് കുക്കുംബിറ്റ, കറക്റ്റാണ്. അപ്പം അത് സ്ട്രക്ചറും ഒറിജിനും സെയിം ആണ്. അതാണ് ഹോമലോഗസ് ഓർഗൻ. സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ സെയിം, ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. ബട്ട് ഡിഫറൻറ്റ് ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. ഒറിജിനും സ്ട്രക്ചറും സെയിം ആണ്. അങ്ങനെയുള്ള ഓർഗൻസിനെയാണ് ഹോമലോഗസ് ഓർഗൻസ് ഓർ ഹോമലോഗി. ആ പ്രോസസ്സിന് നമ്മൾ ഹോമലോഗി എന്ന് പറയും. അങ്ങനെയുള്ള ഓർഗൻസിനെ ഹോമലോഗസ് ഓർഗൻസ് എന്നാണ് പറയുന്നത്.
ഇവിടെ നമുക്കറിയാം തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗെയിൻവില്ല, കടലാസ് ചെടിയുടെ തോൺസും മുള്ളും, കുക്കുർബിറ്റ വെള്ളരിയുടെ ടെൻഡ്രിൽസും സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ. കാരണം സ്റ്റെം മോഡിഫിക്കേഷൻ, സ്ട്രക്ചറും ഒറിജിനും സെയിം ആണ്, അത് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. രണ്ടും സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. ബൊഗെയിൻവില്ലയുടെ ഫങ്ഷൻ തോൺസ് ഡിഫെൻസ് ആണ്, ഫങ്ഷൻ ഡിഫെൻസ്. കുക്കുർബിറ്റ ക്ലൈംബിങ്, ഇങ്ങനെ ക്ലൈംബ് ചെയ്യാനാണ്, പടർന്ന് പന്തലിക്കാനാണ് സഹായിക്കും. ഫങ്ഷൻ ഡിഫറൻറ്റ്. ഇതാണ് ഡിഫറൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചർ സെയിം ആണ്, രണ്ടും സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പം അതിനകത്ത് ഹോമലോഗസ് ഓർഗനാണ്. അപ്പം അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കണം. ഹോമലോഗസ് ഓർഗനും അനലോഗസ് ഓർഗനും ഡിഫൈൻ ചെയ്യാനും ചോദിക്കും, എക്സാമ്പിളും ചോദിക്കും. ഇതെല്ലാം നമ്മുടെ NCERT-യിലുള്ള എക്സാമ്പിൾസ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞു. ഇത് കൂടാതെ വെഡിബ്രേറ്റ്സിൻ്റെ ബ്രെയിന്, വെഡിബ്രേറ്റിൻ്റെ ഹാർട്ട്, ഹ്യൂമൻസിൻ്റെ ഹാൻഡ്, 4 limbs ഓഫ് ചീറ്റ, വെയില്, അതുപോലെ ബാറ്റ്, ഇതെല്ലാം ഹോമലോഗസ് ഓർഗൻ എക്സാമ്പിളാണ്. അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്, സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ, അത് അനലോഗസിന് എക്സാമ്പിളാണ്. കാരണം അവിടെ ഫങ്ഷൻ സെയിം ആണ്. സ്വീറ്റ് പൊട്ടറ്റോയുടെയും പൊട്ടറ്റോയുടെയും ഫങ്ഷൻ സ്റ്റോറേജ് ആണ്, സ്ട്രക്ചറും ഒറിജിനും ഡിഫറൻ്റ് ആണ്. സ്വീറ്റ് പൊട്ടറ്റോയിലെ എന്ന് പറയുന്നത് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്, റൂട്ട് മോഡിഫിക്കേഷൻ. പൊട്ടറ്റോ സ്റ്റെം മോഡിഫിക്കേഷൻ, അതാണ് സ്ട്രക്ചറും ഒറിജിനും ഡിഫറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴും സ്ഥിരം എക്സാമിനേഷന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹോമലോഗസ് ഓർഗൻ, ഹോമലോഗി എക്സാമ്പിൾ, അനലോഗസ് ഓർഗൻ, അനലോഗി. അപ്പോൾ മുമ്പേ പറഞ്ഞ അനലോഗസ് ഓർഗൻ കൺവെർജൻ്റ് എവല്യൂഷന് കാരണമാകുമെങ്കിൽ ഹോമലോഗസ് ഓർഗൻ homology or homologous organ, homology organs or homologous organ leads to divergent evolution ആണ് കാരണമാകുന്നത്. divergent evolution കാരണം homology or homology organ or homologous organs എന്ന് പറയും. homology or homologous organ, ഹോമലോഗി അല്ലെങ്കിൽ ഓർ ഹോമലോഗസ് ഓർഗൻസ് എന്നാണ്. മനസ്സിലായി? അപ്പോൾ അതും അവിടെ ഓർത്തിരിക്കണം, എക്സാമ്പിൾ സഹിതം ഓർക്കാനാണ്. ഇനി നമുക്കിവിടെ അടുത്ത ഒരു സ്ഥിരം ക്വസ്റ്റ്യൻസ്, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ആ സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും തന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇനിയുള്ളത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ കോളം എ. കോളം എയിൽ തിയറി പറഞ്ഞിട്ടുണ്ട്, കോളം ബിയിൽ സയൻറ്റിസ്റ്റുകൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ടേംസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് ഡാർവിനാണ്, ചാൾസ് ഡാർവിൻ. ഡാർവിൻ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് എവല്യൂഷൻ, പരിണാമത്തിൻ്റെ എവല്യൂഷൻ്റെ പിതാവെന്ന് നമ്മൾ അറിയപ്പെടുന്നതും ചാൾസ് ഡാർവിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അടുത്തത് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓർഗൻസ് എന്ന് പറയുന്ന തിയറി പ്രപ്പോസ് ചെയ്തത് ഹൂഗോ. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ലമാർക്കിസമാണ്. ലമാർക്കാണ് ആ തിയറി പ്രപ്പോസ് ചെയ്തത്, ലാമാർക്ക്. അപ്പോൾ ആ തിയറിക്കൊരു പേരുമുണ്ട്, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ എന്നാണ് ആ തിയറിക്ക് പറയുന്ന പേര്, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അതിന് 2 പാർട്ടുണ്ട്. ആ ഒരു പാർട്ടാണ് യൂസ് ഓഫ് ഓർഗൻസ്. അതിന് എക്സാമ്പിളാണ് ലോങ് നെക്ക് ഓഫ് ജിറാഫ്. യൂസ് ഓഫ് ഓർഗൻ എന്നുള്ള പേര്, അവയവങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും, അതുകൊണ്ടാണ് ജിറാഫിന് ലോങ് നെക്ക് വന്നതെന്നാണ് പറയുന്നത്. യൂസ് ഓഫ് ഓർഗൻ എക്സാമ്പിളാണ് ലോങ് നെക്ക് ഓഫ് ജിറാഫ്. അത് ഈ തിയറിയുടെ 2 പാർട്ടാണ്. ഈ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ പ്രപ്പോസ് ചെയ്ത ലമാർക്കിസം എന്ന തിയറിക്ക് പറയുന്ന പേര്, അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയും. അതിൽ 2 പാടുന്നു, യൂസ് ഓഫ് ഓർഗൻ. ഈ ഡിസ്യൂസ് ഓഫ് ഓർഗൻ അതിന് എക്സാമ്പിളാണ് അവയവങ്ങൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മുരടിച്ച് പോകും. ഡിസപ്പിയറൻസ് ഓഫ് ലിംസ് ഇൻ സ്നേക്ക്, പാമ്പുകൾക്ക് കൈകാലുകളില്ലാത്തതിന് കാരണം
അത് അവ ഉപയോഗിക്കാതിരുന്നതുകൊണ്ടാണെന്നാണ് ലമാർക്ക് പറയുന്നത്. ഡിസപ്പിയറൻസ് ഓഫ് ലിംസ് ഇൻ സ്നേക്കുകൾക്ക് ലിംസ് ഡിസപ്പിയർ ചെയ്യാനുള്ള കാരണം അത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ടാണെന്നാണ്. ആക്ച്വലി ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്, ജീൻസ് ആർ ഇൻഹെറിറ്റഡ്. യഥാർത്ഥത്തിൽ ജീൻസ് ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അത് ഡിസ്പ്രൂവ് ചെയ്ത് ഓഗസ്റ്റ് വെയ്സ്മാൻ. അപ്പോൾ നമ്മൾ എന്തായാലും തിയറി ഓർക്കണം. സയൻറ്റിസ്റ്റ് ലമാർക്കിസം എന്നാണ് ആ തിയറിക്ക് പറയുന്നത്, അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നും പറയും. അടുത്ത തിയറി ഓഫ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത് ഹൂഗോ ഡീവ്രിസ് ആണ്. ഹൂഗോ ഡീവ്രിസ് മ്യൂട്ടേഷൻ തിയറി, അതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന തിയറിയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിമെൻ്റൽ മെറ്റീരിയൽസും കൂടി നമ്മൾ ഓർത്തിരുന്നോണം. ഹൂഗോ ഡീവ്രിസിൻ്റെ എക്സ്പീരിമെൻ്റൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈവനിങ് പ്രൈം റോസ് ആണ്. മ്യൂട്ടേഷൻ തിയറി എന്നും പറയും. തിയറി ഓഫ് മ്യൂട്ടേഷൻ ഹ്യൂഗോ ഡീവ്രിസ് ആണ്. അടുത്തത് എംബ്രിയോളജിക്കൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻ പ്രപ്പോസ്ഡ് ബൈ, ആരാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻ ഭ്രൂണശാസ്ത്രം നൽകുന്ന തെളിവുകൾ പ്രപ്പോസ് ചെയ്തത്? ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഏണസ്റ്റ് ഹെക്കൽ, എംബ്രിയോളജിക്കൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻസ്. അങ്ങനെ ഇതിനകത്ത് ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ തന്നും അവരുടെ കോൺട്രിബ്യൂഷൻസും അവർ പ്രപ്പോസ് ചെയ്ത തിയറികളെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻസും എപ്പോഴും എക്സാമിനേഷൻസിനുണ്ടാവും. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസും നമുക്ക് എപ്പോഴും നാച്ചുറൽ സെലക്ഷൻസ്, മേക്ക് എ ഫ്ലോ ചാർട്ട് യൂസിങ് ദി ഫോളോയിങ് ടേംസ്. താഴെ കൊടുത്തിരിക്കുന്ന ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡാർവീനിസം തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻസിലുള്ള കീ കൺസെപ്റ്റ്സുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഡാർവീനിസമാണ് കൊടുത്തിരിക്കുന്നത്. ഡാർവീനിയൻ തിയറി ഓർ ഡാർവിനിസം എന്ന് നമ്മൾ പറയും. ഡാർവിനിസം ആ തിയറിയുടെ കൺസെപ്റ്റുകൾ നമ്മൾ ഓർഡർ ആക്കി ഫ്ലോ ചാർട്ട് വരയ്ക്കണം. ആദ്യം ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻസ് ആണ് ആദ്യത്തെ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. വേരിയേഷൻ ഹെറിറ്റബിൾ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള വേരിയേഷൻസ് ഒരു ജീവിയിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻസ് ആണ്, ഓവർ പ്രൊഡക്ഷൻസ്, ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓവർ പ്രൊഡക്ഷൻസ് കഴിഞ്ഞാൽ ഒരുപാട് ഓവർ പ്രൊഡക്ഷൻസ് ക്രമാതീതമായി പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നാച്ചുറൽ റിസോഴ്സസുകളൊക്കെ ലിമിറ്റഡ് ആവും. അടുത്ത ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ്, അതിവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു പോയിന്റ്സ് നമ്മളുണ്ട്, അത് ഓർത്തിരിക്കണം. ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസുകൾ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ലിമിറ്റഡ് ആയിട്ട് മാറും. അപ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുമെന്നറിയാമോ? കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ആ കോമ്പറ്റീഷൻസിന് പറയുന്ന പേരാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നിലനിൽപ്പിന് വേണ്ടി പോരാടും. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പോഴത്തേക്കും അവിടെ കോമ്പറ്റീഷൻസിൽ ആരാണോ കമ്പീറ്റ് ചെയ്യുന്നത്, മത്സരത്തിൽ ജയിക്കുന്നത്, അവിടെ അവരവിടെ സർവൈവ് ആവും. അപ്പോൾ അതാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അതിനെ ആര് സെലക്ട് ചെയ്യും? നാച്ചുറൽ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് എന്തോ ഉണ്ടാവും? നേച്ചർ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുതിയ സ്പീഷ്യസുകൾ ഓർജിൻ ചെയ്യും. ഓർജിൻ ഓഫ് സ്പീഷ്യസ്, പുതിയ സ്പീഷ്യസ് അതിൽ നിന്ന് ഓർജിനേറ്റ് ചെയ്യും. പുതിയ ആ ആൾക്കാരെ, നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവരെ നേച്ചർ തന്നെ സെലക്ട് ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ, അത് ആ നാച്ചുറൽ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും പുതിയ സ്പീഷ്യസുകൾ ഒറിജിൻ ചെയ്യും. എവല്യൂഷൻ ഓഫ് സ്പീഷ്യസ്, പുതിയ സ്പീഷ്യസ് ഒറിജിനേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡാർവീനിയൻസിനകത്ത് ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിവിടെ പറയുന്നില്ല, ഇതിനകത്ത് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ, അത് കഴിഞ്ഞ് ഓവർ പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആവും. അപ്പോഴത്തേക്കാണ് കോമ്പറ്റീഷൻസ് ഉണ്ടാകുന്നത്. മനസ്സിലായി? ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടി ഉള്ള പോരാട്ടം, അതാണ് കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിൽ ആരാണോ സർവൈവ് ചെയ്യുന്നത് അവരവിടെ ഫിറ്റ് ആവും, അവരെ നേച്ചർ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ടേംസുകളെല്ലാം ഡാർവീനിയൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻസിനകത്തുള്ള കൺസെപ്റ്റുകളാണ്. അങ്ങനെയും ചോദിക്കാം. മേജർ കൺസെപ്റ്റ്സ് ഓഫ്
തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ഡാർവീനിയൻ തിയറി ഓർ ഡാർവിനിസം എന്നും ചോദിക്കാം. ഇങ്ങനെ ഫ്ലോ ചാർട്ട് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. ഫ്ലോ ചാർട്ട് ആക്കി മാറ്റാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. ഓക്കെ, അപ്പം അത് അവിടെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് സ്ഥിരം ചോദിക്കാറുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ വഴിയുള്ള എവിഡൻസസിന് ഉള്ള എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. കളക്ഷൻസ് ഓഫ് മോത്ത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഡ്യൂറിങ് 1850. 1850 ഇംഗ്ലണ്ടിൽ ഒരുപാട് നിശാശലഭങ്ങളുടെ കളക്ഷൻ ഉണ്ടായി. ദാറ്റ് സപ്പോർട്ടഡ് എവല്യൂഷൻസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന എവിഡൻസ് വഴിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ദ പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓൺ മോത്ത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ ആ പ്രോസസ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്നാണ് ആ പ്രോസസ്സ്. അപ്പോൾ അവിടെ 1850 വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷനും ഉണ്ട്, ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷനും ഉണ്ട്. ശേഷം 1928. അപ്പോൾ അത് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻസ് ആ രണ്ട് പ്രോസസ്സാണ് നമ്മളവിടെ എഴുതേണ്ടുന്നത്. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് ഇംഗ്ലണ്ടിലുള്ള മരച്ചില്ലകളിൽ ലൈക്കൺസുകളുടെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. നല്ല ലൈക്കൺസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. ട്രീ ബ്രാഞ്ചസിൽ ലൈക്കൺസിൻ്റെ തിക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ആ ലൈക്കൺസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സിൽ രണ്ട് നിശാശലഭങ്ങളുണ്ടാവും. വൈറ്റ് വിങ്ഡ് മോത്തും ഉണ്ട്. അതുപോലെ ഡാർക്ക് വിങ്ഡ് മോത്തും ഉണ്ടായിരുന്നു. ഈ വൈറ്റ് വിങ്ഡ് മോത്തിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും. വെള്ള കളറിലുള്ള മോത്തിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് വെള്ളയാണ്. അപ്പോൾ ആ വെള്ളയിൽ അവർ സർവൈവ് ചെയ്യും. ലൈക്കൺസിൻ്റെ തിക്ക് ഗ്രോത്ത് ഓഫ് ലൈക്കൺസ് ഉണ്ട്. വൈറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ സർവൈവ് ചെയ്യുന്നത് ആരുടെ കൗണ്ട് കൂടുതലായിരിക്കും? വൈറ്റ് വിങ്ഡ് മോത്തിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻസ്. ദ ഫ്രീക്വൻസി ഓഫ് വൈറ്റ് വിങ്ഡ് മോത്ത് ഈസ് മോർ ആണ്. അതാണ് നമ്മൾ എഴുതേണ്ടുന്നത്. ഡാർക്ക് വിങ്ഡ് മോത്തിന് എന്തോ ചെയ്യുന്നറിയാമോ? ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, അതുകൊണ്ട് വെള്ള അവിടെ സർവൈവ് ചെയ്യും. ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാരെ പ്രെഡേറ്റർ ഈസി ആയിട്ട് എന്തോ ചെയ്യും? സ്പോട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഏതാണോ അതിനെതിരായിട്ടുള്ളത്, കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രെഡേറ്റർ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രെഡേറ്റർ ആയിട്ടുള്ള ബേർഡ്സ് വന്നിട്ട് സ്പോട്ട് ചെയ്യും. ഈ നിശാശലഭം. അപ്പോൾ ഇവിടെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് മൊത്തം വെള്ളയാണ്. നല്ല തിക്ക് ഗ്രോത്ത് ഉണ്ട് വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ്. അപ്പോൾ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻസ് ദ ട്രീ ട്രങ്ക്സ് ആർ കവർഡ് വിത്ത് വൈറ്റ് lichens under the background. The wings, white winged moth and dark winged moth are leaved. The number or the frequency of white winged moth is more. കാരണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ആ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നാൽ പ്രെഡേറ്റേഴ്സുകൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരിവിടെ സർവൈവ് ചെയ്യും. ഡാർക്ക് വിങ്ഡ് മോത്ത് എന്തോ ചെയ്യും? ഈസി ആയിട്ട് പ്രെഡേറ്റർ സ്പോട്ട് ചെയ്യും. ഇനി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ 1920 കഴിയുമ്പോഴത്തേക്കും, വ്യാവസായ വിപ്ലവം കഴിയുമ്പോഴത്തേക്കും ഈ മരച്ചില്ലയെല്ലാം ബ്ലാക്ക് ഗ്രൗണ്ടായി. അതായത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സ്മൂത്തും സോക്കും കൊണ്ട് ഈ മരച്ചില്ലകൾ മൊത്തവും ഡാർക്കായിട്ട് മാറും. ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്സിനകത്ത് ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്യും. ഇവിടെ ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്യും. കാരണം ബാക്ക്ഗ്രൗണ്ട് വാക്കാണ്. ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്യും. അതിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും സർവൈവ് ചെയ്യും. ഇവിടെയാണെങ്കിൽ വൈറ്റ് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്യും. വൈറ്റ് വിങ്ഡ് മോത്ത് നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിളാണ്. ഇവിടെ ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്യും. ലൈക്കൺസ് അവിടെ വളരത്തില്ല. കാരണം ലൈക്കൺസ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പൊല്യൂട്ടഡ് ഏരിയയിൽ ലൈക്കൺസ് വളരത്തില്ല. ഡാർക്ക് വിങ്ഡ് മോത്ത് ഇവിടെ സർവൈവ് ചെയ്യും. ഫ്രീക്വൻസി ഓഫ് ഡാർക്ക് വിങ്ഡ് മോത്ത് കൂടുതലായിരിക്കും ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഫ്രീക്വൻസി ഓഫ് വൈറ്റ് വിങ്ഡ് മോത്ത് കൂടുതലായിരിക്കും ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻസ്. കാരണം ആ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അത് നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിളാണ്. എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷന് എക്സാമ്പിളാണ്. അതേപോലെ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ബൈ മാൻ മെയ്ഡ് ആക്ടിവിറ്റി ഓർ ആന്ത്രോപോജനിക് ആക്ഷൻസ് എന്ന് നമ്മൾ പറയും.
മനുഷ്യൻ്റെ ഇടപെടൽ മൂലമാണ് ഈ ഒരു പ്രോസസ്സ് അവിടെ നടന്നത്, വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയലൈസേഷൻ. അതുകൊണ്ട് അത് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ബൈ ആന്ത്രോപ്പോജനിക് ആക്ഷൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ അത് നമ്മൾ എഴുതണം. അതാ ചോദിച്ചേക്കുന്നത്. ആ പ്രോസസ്സ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് എഴുതുക. എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ, ദ പ്രോസസ് ഈസ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻസ് in England the tree trunks were covered with lichens. A thick growth of lichens is present. Under the conditions, two type of moth, white winged and dark winged moth live, and the background is white, so white winged moth is survived. Predator spot against the contrasting background. ഏതാണോ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് അതിനെതിരായിട്ടുള്ള ആൾക്കാരെയാണ് പ്രൊഡക്റ്റർ. അപ്പോൾ ബ്ലാക്ക് വിങ്ഡ് മോത്തിനെയാണ് പ്രൊഡക്റ്റർ സ്പോട്ട് ചെയ്യുന്നത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിയുമ്പോഴത്തേക്കും വ്യാവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സൂത്ത് ആൻഡ് സ്മോക്ക് ആർ പ്രൊഡ്യൂസ്ഡ്. ദാറ്റ് ഈസ് കവേർഡ് ബൈ ദ ട്രീ ട്രങ്ക്. ദ ട്രീ ട്രങ്ക് ബിക്കം ഡാർക്കായിട്ട് മാറും, അല്ലെങ്കിൽ മെലനൈസ്ഡ് ആയിട്ട് മാറും, ഡാർക്കായിട്ട് മാറും. അപ്പോൾ ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്സിൽ ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ് ചെയ്യും. വൈറ്റ് വിങ്ഡ് മോത്തിനെ ഈസി ആയിട്ട് പ്രെഡേറ്റേഴ്സ് ഇത് ഈറ്റ് ചെയ്യും. അപ്പോൾ അതാണ് സ്പോട്ട് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ അതും വളരെ എക്സാമ്പിൾ ചോദിക്കുന്നതാണ്, എപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതാൻ അറിഞ്ഞിരിക്കണം, അത് എഴുതണം. അത് ഒരു എവിഡൻസസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസുകൾ ഈ ബയോകെമിക്കൽ തിയറി ഓഫ് എവല്യൂഷൻസിൽ നിന്ന് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസസുകൾ ഏതൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ഗ്യാസസ് വെയർ യൂസ്ഡ് ഇൻ മില്ലർ എക്സ്പെരിമെൻറ്റ്സ്, യൂറി മില്ലർ എക്സ്പെരിമെൻറ്റ്സ് ഓർ മില്ലർ എക്സ്പെരിമെൻറ്റ്സ്. ആ എക്സ്പെരിമെൻറ്റ്സിനകത്ത് എടുത്തിട്ടുള്ള ക്ലോസ്ഡ് ഫ്ലാസ്കിൽ എടുത്തുള്ള ഗ്യാസ് ഏതൊക്കെയാണെന്ന്. CH4, മീഥെയിൻ വരും, നൈട്രേറ്റ് ഇല്ല, വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, ഈ ഓപ്ഷൻ വരത്തില്ല. അമോണിയ ഉണ്ട്, മീഥൈൽ അല്ല മീഥെയിനാണുള്ളത്, അവിടെ ഫോർമുല ഓർത്തിരിക്കണം. CH3 അല്ല CH4 ആണ്, വരത്തില്ല. വാട്ടർ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ മീഥൈൻ അല്ല, മീഥൈനാണ്. മീഥൈൽ ഗ്രൂപ്പ്. CH3 അല്ല, CH4 ആണുള്ളത്, മീഥെയിനാണ്. ഹൈഡ്രജൻ ഉണ്ട്, മീഥെയിൻ CH4 ക്ലോസ്ഡ് ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്നത് കറക്റ്റാണ്, CH4. അമോണിയ NH3, വാട്ടർ. അപ്പോൾ അതാണ് കറക്റ്റ്. ആ ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് 800 ഡിഗ്രി സെൽഷ്യസിനകത്താണ് ഇലക്ട്രിക് സ്പാർക്ക് വരുന്നത്, ഇലക്ട്രിക് ഡിസ്ചാർജ് സ്പാർക്ക് വരുന്നത്. നാലാമത്തെ ഓപ്ഷൻ വാട്ടർ, നൈട്രജൻ, മീഥൈൽ, ഹൈഡ്രജൻ വരത്തില്ല. അപ്പോൾ ക്ലോസ്ഡ് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റിൽ, യൂറി മില്ലർ എക്സ്പെരിമെൻറ്റിൽ ക്ലോസ്ഡ് ഫ്ലാസ്കിലുള്ള ഗ്യാസസുകൾ ഫോർമുല അറിഞ്ഞിരിക്കണം. ഹൈഡ്രജൻ H2, മീഥൈൻ CH4, അമോണിയ NH3, വാട്ടർ വേപ്പർ H2. അതാണ്. അപ്പോൾ അവിടെ CH3 വരത്തില്ല, അത് CH3 മീഥൈലാണ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഹൈഡ്രജനും മീഥൈൻ CH4, അമോണിയ NH3, വാട്ടർ H2 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അതും ചോദിക്കാം. അതേപോലെ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റും ചോദിക്കും, പാരിൻ ഹാൽഡെയ്ൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, വിച്ച് തിയറി ടോക്സ് എബൌട്ട് ഹ്യൂജ് എക്സ്പ്ലോഷൻ ദാറ്റ് ലീഡ് ഇറ്റ് ടു ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. നമ്മുടെ ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് വലിയൊരു കൂട്ടിമുട്ടൽ, ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ്റെ ഫലമായിട്ടാണ്. ആ തിയറി ഏത് തിയറിയാണ്? ബിഗ് ബാങ് തിയറി. ആ തിയറിയുടെ പേരാണ് എഴുതേണ്ടത്. ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി. അൺഇമാജിനബിൾ ഡെസ്റ്റിനി എന്നാണ് പറയുന്നത്. നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്രമാത്രമുള്ള ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ്റെ ഫലമായിട്ടാണ് യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തത്. ആ തിയറിയുടെ പേരാണ് ബിഗ് ബാങ് തിയറി. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ഈസ് എബൌട്ട് എത്ര ബയാന്നും ചോദിക്കും. 20 ബയയാണ്. 20 ബയ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തിട്ട് എത്ര ബയയാണെന്നും ചോദിക്കും. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തിയറിയുടെ പേര് ബിഗ് ബാങ് തിയറിയാണ്. എത്ര ബയയാണെന്ന് ചോദിക്കും. 20 ബയയാണ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ഒരു ബയ എന്ന് പറഞ്ഞാൽ 1000 മയയാണ്. 1 ബയ ഈസ് ഈക്വൽ ടു 1000 മയ. 1 ബില്യൺ ഇയേഴ്സ് എഗോ, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ബയ. മില്യൺ ഇയേഴ്സ് എഗോയുടെ ഷോർട്ട് ഫോം ആണ് മയ. 1 ബയ എന്ന് പറഞ്ഞാൽ 1000 മയയാണ്. അതും നമ്മളവിടെ ഓർത്തിരിക്കും. ഓക്കെ, അതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ്, നെയിം ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്പ്രൂവ്ഡ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസ്പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൂയിസ് പാസ്ചർ ആണ്. ലൂയിസ് പാസ്ചർ ഡിസ്പ്രൂവ് ചെയ്തത് ലൂയിസ് പാസ്ചർ ആണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സിന് സ്വാം നെക്ക്
ഫ്ലാസ്ക്ഡ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ് അദ്ദേഹം അത് ഡിസ്പ്രൂവ് ചെയ്തത്. സ്വാം നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് അരയന്നത്തിൻ്റെ പോലെ നീണ്ട കഴുത്തുള്ള ക്ലോസ്ഡ് ഫ്ലാസ്ക്, ആ ഫ്ലാസ്കിനകത്ത് കിൽഡ് ഈസ്റ്റിനെ ഇട്ടിട്ട് ചൂടാക്കി. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തോ വന്നില്ല, ദർ ഈസ് നോ ഗ്രോത്ത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു, അപ്പോൾ ദർ ഈസ് നോ ഗ്രോത്ത്. ഇതിനകത്ത് ഗ്രോത്ത് ഇല്ല, നോ ഗ്രോത്ത്, ഒരു ഗ്രോത്തും കണ്ടില്ല. അത് അടുത്ത പ്രാവശ്യം എന്തോ ചെയ്ത് ഈ നെക്ക് പൊട്ടിച്ചു വിട്ടപ്പോഴത്തേക്കും എന്തോ സംഭവിച്ചു, ഓപ്പൺ എയറിൽ നിന്നും സ്പോറുകൾ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തു. അതിനകത്തേക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് മൈക്രോബിയൽ ഗ്രോത്ത് കണ്ടു. കാരണം ഓൾറെഡി ഇവിടെ ഉള്ള ഫ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോമിൽ നിന്നും ഈ കിൽഡ് ഈസ്റ്റിനകത്ത്, ഇതിനകത്ത് കിൽഡ് ഈസ്റ്റ് ആയിട്ടിരിക്കുന്നു, ആ കിൽഡ് ഈസ്റ്റിനകത്ത് ഗ്രോത്ത് ഉണ്ടായി, മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടായി. അങ്ങനെയാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസ്പ്രൂവ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ. സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത് ഡീക്കേയിങ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നാണ് ലൈഫ് ഉണ്ടാകുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെയല്ല, നേരത്തെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ് ലൈഫ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ബയോജെൻസിസ് തിയറി. അത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ലൂയിസ് പാസ്റ്റർ ഈ എക്സ്പെരിമെൻറ്റിലൂടെ സ്വാം നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സ്വാൻ നെക്ക് അരയന്നത്തിൻ്റെ കഴുത്ത് പോലെ ഇരിക്കുന്നതുകൊണ്ട് സ്വാൻ നെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. ഈ എക്സ്പെരിമെൻറ്റിലൂടെയാണ് അദ്ദേഹം ഈ തിയറി ഡിസ്പ്രൂവ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് കിൽഡ് ഈസ്റ്റിനെ ഇട്ടിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ചൂടാക്കി. അപ്പോഴത്തേക്കും അവിടെ നോ ഗ്രോത്ത് ഉണ്ടല്ലോ. ഇനി ആ ഫ്ലാസ്കിൻ്റെ കഴുത്ത് പൊട്ടിച്ചിട്ട് അപ്പോഴത്തേക്കും ഈ എയറിൽ നിന്നുള്ള സ്പോർ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുകയും ഈ കിൽഡ് ഈസ്റ്റിൽ നിന്നും മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാകുകയും, അതായത് പ്രീ എക്സിസ്റ്റിംഗ് നിന്നുള്ള ലൈഫിൽ നിന്നാണ് ഇന്ന് കാണുന്ന ലൈഫ് ഫോം എക്സിസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം ഡിസ്പ്രൂവ് ചെയ്തു. സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഡിസ്പ്രൂവ് ചെയ്തു. ആ സയൻറ്റിസ്റ്റാണ് ലൂയിസ് പാസ്റ്റർ. അപ്പോൾ അത് നമ്മളത് ഓർത്തിരിക്കണം, ലൂയിസ് പാസ്റ്ററുടെ എക്സ്പെരിമെൻറ്റ്സ്. അടുത്ത പരീക്ഷയുടെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ഫോസിൽസ്. ഫോസിൽസ് എന്ന് പറയുന്നത് റെമനൻസ് ഓഫ് ദ ഹാർഡ് പാർട്ട് ഓഫ് ദി ലൈഫ് ഫോം എക്സിസ്റ്റഡ്. നേരത്തെ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ ഹാർഡ് പാർട്ടുകൾ, സ്കെലിറ്റൻസ് ആകാം, ഫുട് പ്രിൻ്റ് ആകാം, അതൊക്കെ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആണ്, എവല്യൂഷനുള്ള റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഫോസിൽ ഇൻ എവല്യൂഷനകത്ത് ഫോസിൽ സ്റ്റഡി കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ്. ഒന്നാമത്തത് ടു സ്റ്റഡി എക്സ്റ്റിൻറ്റ് ആനിമൽസ് ലൈക്ക് ദിനോസറുകൾ പോലുള്ള എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ആനിമൽസുകളെ കുറിച്ച് പഠിക്കാൻ സഹായിക്കും. ടു സ്റ്റഡി എക്സ്റ്റിൻറ്റ് ആനിമൽസ് ലൈക്ക് ദിനോസറുകൾ പോലുള്ള എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ആനിമൽസുകളെ കുറിച്ച് പഠിക്കാൻ സഹായിക്കും. അത് ഒരു സിഗ്നിഫിക്കൻസ് ആണ്. കറക്റ്റ്. രണ്ടാമത്തത് ടു സ്റ്റഡി കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഓർഗാനിസം. ടു സ്റ്റഡി കണക്റ്റിംഗ് link between two groups of organism തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് പഠിക്കാൻ ഫോസിൽസ് സഹായിക്കും. അതിന് എക്സാമ്പിളാണ് ആർക്കിയോപ്റ്റെറിസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആർക്കിയോപ്റ്റെറിസ്. ഫോസിൽ ബേർഡ് എന്നറിയപ്പെടും. റെപ്റ്റൈൽസുകളും ബേർഡ്സും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്കാണ്. ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ആരൊക്കെയാണ്? റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. റെപ്റ്റൈൽസും ബേർഡ്സ്, മൃഗങ്ങളെയും പക്ഷികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണ് ഫോസിൽ ബേർഡ്സ് ആയിട്ടുള്ള ആർക്കിയോപ്റ്റെറിസ്. NCERT പുസ്തകത്തിൽ അതിനെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോസിൽ ബേർഡ് എന്നറിയപ്പെടുന്നത്. അതിന് ഏവിയൻ ക്യാരക്ടേഴ്സും ഉണ്ട്, റെപ്റ്റീലിയൻ ക്യാരക്ടേഴ്സും ഉണ്ട്. അതിന് രണ്ടിനും ഇടയിലുള്ള കണക്റ്റിംഗ് ലിങ്ക് അത് ഫോസിൽ കിട്ടിയിട്ട് ആർക്കിയോപ്റ്റെറിസിൻ്റെ, അതാണ് ആ ഫോസിൽസിൻ്റെ അടുത്ത സിഗ്നിഫിക്കൻസ്. മൂന്നാമത്തെ ടു സ്റ്റഡി ജിയോളജിക്കൽ ടൈം സ്കെയിൽ.
ജിയോളജിക്കൽ ടൈം സ്കെയില് പഠിക്കാൻ ഫോസിലുകൾ സഹായിക്കും. ഓരോ ജീവി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലും ആ ജീവി മരിച്ചു കഴിയുമ്പോൾ ആ ജീവിയുടെ ഹാർട്ട് പാർട്ടുകൾ ആ ഉള്ള റോക്കി സബ്സ്ട്രേറ്റത്തിനകത്ത് അല്ലെങ്കിൽ സെഡിമെൻസിനകത്ത് ഒരു ലെയറായിട്ട് മാറും. അടുത്ത ജീവി വരുമ്പോൾ അടുത്ത ജീവിയുടെ അങ്ങനെ ഉള്ള ജിയോളജിക്കൽ ടൈം സ്കെയിൽ സ്റ്റഡി ചെയ്യാനും ഫോസിലുകൾ സഹായിക്കുന്നു. അതാണ് ഫോസിലുകൾ എന്നുള്ള സിഗ്നിഫിക്കൻസ്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി ഓഫ് ഫോസിൽ ഇൻ എവല്യൂഷൻസ് സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം എഴുതാൻ പറ്റി. 3 പോയിന്റ്സ് ആയിട്ട് എഴുതണം. ടു എക്സ്റ്റിൻറ്റ് ആനിമൽസ് ലൈക്ക് ദിനോസർ, അതുപോലെ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്, 2 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക്, അതിന് ആർക്കിയോപ്റ്ററസ് ടു സ്റ്റഡി ജിയോളജിക്കൽ ടൈം സ്കെയിൽ സ്റ്റഡി ചെയ്യാനും സഹായിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് മ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻഡ് ബൈ ഹ്യൂഗോ ഡി വ്രിസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഡാർവീനിയൻ വേരിയേഷൻസ്? ഹ്യൂഗോ ഡി വ്രിസ് വിശ്വസിക്കുന്നത് മ്യൂട്ടേഷനാണ് എവല്യൂഷന് കാരണമാകുന്നത്. ചാൾസ് ഡാർവിൻ വിശ്വസിക്കുന്നത് വേരിയേഷനാണ് എവല്യൂഷന് കാരണമാകുന്നത്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ, പെട്ടെന്നുണ്ടാകുന്നതാണ്, സഡൻ ഹെറിറ്റബിളാണ്, റാൻഡമാണ്, റാൻഡമായിട്ടുള്ളതാണ്, സഡൻ ആണ്, റാൻഡമാണ്, ഡയറക്ഷണൽ ലെസ് ആണ്, ഡയറക്ഷണൽ ലെസ്, അതിനൊരു ഡയറക്ഷൻ ഇല്ല, ഡയറക്ഷണൽ ലെസ്, പെട്ടെന്നുണ്ടാകുന്നതാണ്, റാൻഡമായിട്ടുണ്ട്. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്മാളാണ്, മൈനറാണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഒരു ഡയറക്ഷൻ, ഡയറക്ഷണലാണ്. വേരിയേഷൻ ഗ്രാജുവലി കോസസ് എവല്യൂഷന് കാരണമാകുമെന്നാണ് പറഞ്ഞത്. വേരിയേഷൻസ് ലീഡ് ടു ഗ്രാജുവൽ എവല്യൂഷൻ, ഗ്രാജുവലായിട്ട് എവല്യൂഷന് കാരണമാകും, ഗ്രാജുവൽ എവല്യൂഷൻ. അപ്പോൾ ചാൾസ് ഡാർവിൻ വിശ്വസിക്കുന്നത് വേരിയേഷനാണ് എവല്യൂഷന് കാരണമാകുന്നത്. വേരിയേഷൻ സ്മാളാണ്, ചെറുതാണ്, മൈനറാണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഡയറക്ഷണലാണ്, അത് ഗ്രാജുവൽ എവല്യൂഷന് കാരണമാകും, അതാണ് വേരിയേഷൻ. ഹ്യൂഗോ ഡി വ്രിസ് വിശ്വസിക്കുന്നത് മ്യൂട്ടേഷനാണ് എവല്യൂഷന് കാരണമാകുന്നതെന്ന്, അത് സഡൻ, പെട്ടെന്നുണ്ടാകുന്നത്, റാൻഡമാണ്, ഡയറക്ഷൻലെസ് ആണ്. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഈസ് കോൾഡ്, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന വലിയൊരു മ്യൂട്ടേഷൻ, അതിനൊരു പേര് പറയും, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻസ് ഈസ് കോൾഡ് എ സാൾട്ടേഷൻസ് എന്നാണ് പറയുന്നത്. സാൾട്ടേഷൻ, സാൾട്ടേഷൻ അത് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നതിന് കാരണമാകും ഒറ്റ സ്റ്റെപ്പിൽ. ഇതാണ് ഹ്യൂഗോ ഡി വ്രിസിൻ്റെ മ്യൂട്ടേഷനും ചാൾസ് ഡാർവിൻ്റെ വേരിയേഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. 2 കോളം വരച്ചിട്ട് ഒന്നിൽ മ്യൂട്ടേഷൻ എഴുതണം, ഒന്നിൽ വേരിയേഷൻ എഴുതണം. മ്യൂട്ടേഷൻ കോസസ് എവല്യൂഷൻ, ഹ്യൂഗോ ഡി വ്രിസ് ബിലീവ്സ് മ്യൂട്ടേഷൻ കോസസ് എവല്യൂഷന് കാരണമാവുന്നത് മ്യൂട്ടേഷനാണെന്ന് വിശ്വസിക്കുന്നത് ഹ്യൂഗോ ഡി വ്രിസ് ആണ്. ചാൾസ് ഡാർവിൻ ബിലീവ്സ് വേരിയേഷൻ കോസസ് എവല്യൂഷന് കാരണമാകുന്നതെന്ന്. മ്യൂട്ടേഷൻ സഡനാണ്, റാൻഡമാണ്, അത് ഡയറക്ഷണൽ ലെസ് ആണ്. വേരിയേഷൻ സ്മാള്, മൈനറാണ്, അത് ഡയറക്ഷനിലാണ്, ഡയറക്ഷൻ. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻസിനെയാണ് സാൾട്ടേഷൻ എന്ന് പറയുന്നത്. സാൾട്ടേഷൻ പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിന് കാരണമാകും. ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്പീസിയേഷൻ, ന്യൂ സ്പീഷ്യസ്, പുതിയ സ്പീഷ്യസ് ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്ന സ്പീസിയേഷൻ എന്ന് പറയുന്നത്. വേരിയേഷൻ ഗ്രാജുവൽ എവല്യൂഷന് കാരണമാകും. ഇങ്ങനെ 2 കോളം വരച്ചിട്ട് 2 ഡിഫറൻസ് എഴുതണം, അതാണ് മ്യൂട്ടേഷൻ. അപ്പോൾ ഹ്യൂഗോ ഡി വ്രിസ് മ്യൂട്ടേഷൻ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിച്ച എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഉണ്ട് മ്യൂട്ടേഷൻ തിയറിക്ക്. മ്യൂട്ടേഷൻ തിയറി സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഹ്യൂഗോ ഡി വ്രിസ് ഉപയോഗിച്ച എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഈവനിങ് പ്രൈം റോസ്. എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ, അതും കൂടി ഓർത്തിരിക്കണം. എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഈവനിങ് പ്രൈം റോസ്, ഈവനിങ് പ്രൈം റോസ് ആണ് മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് ഹ്യൂഗോ ഡി വ്രിസ് ഉപയോഗിച്ച എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ഈവനിങ് പ്രൈം റോസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആന്ത്രോപോജനിക് ആക്ഷൻസ് ഹാവ് കോസ്ഡ് എവല്യൂഷൻസ് ഓഫ് സ്പീഷ്യസ്, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് സഹിതം ആന്ത്രോപോജനിക് ആക്ഷൻ എവല്യൂഷൻസിന് കാരണമാവും, പുതിയ സ്പീഷ്യസ് ഉണ്ടാകുന്നതിന് കാരണമാവുന്നതാണ്. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 എക്സാമ്പിൾസ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്ന് നമ്മൾ മുമ്പേ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഡസ്ട്രിയൽ മെലാനിസം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻറ്റ്
development of resistant varieties of organisms, development of resistant varieties of organisms develop ചെയ്യും against ആർക്കൊക്കെ against ആയിട്ടുള്ളതാണ് ഹെർബിസൈഡ്സുകൾക്കും അതുപോലെ പെസ്റ്റിസൈഡ്സ് ആൻറ്റിബയോട്ടിക്സ് ഡ്രഗ്സ് തുടങ്ങിയവയൊക്കെ തുടങ്ങിയവയ്ക്ക് എതിരായിട്ട് ഉള്ള അവയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസിൻ്റെ ഡെവലപ്മെൻറ്റ്സ്. ഇതൊക്കെ മാൻ മെയ്ഡ് ആക്ടിവിറ്റിയാണ്, മനുഷ്യൻ്റെ ഇടപെടൽ മൂലമാണ് ഇതുണ്ടാകുന്നത്. മാൻ മെയ്ഡ് ആക്ടിവിറ്റി, അതിനെ നമ്മൾ അങ്ങനെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന എവല്യൂഷൻ ആയതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് ആന്ത്രോപോജനിക് ആക്ഷൻ. ആന്ത്രോപോജനിക് ആക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ മുമ്പേ പറഞ്ഞ ഇൻഡസ്ട്രിയൽ മെലാനിസവും ഡെവലപ്മെൻറ്റ്സ് ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് എഗെയിൻസ്റ്റ് ഹെർബിസൈഡ്സുകളുടെയും പെസ്റ്റിസൈഡുകൾക്കും കളനാശിനികൾക്കും കീടനാശിനികൾക്കും ആൻറ്റിബയോട്ടിക്സ് മരുന്നിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന വെറൈറ്റീസിലുള്ള ഓർഗാനിസങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഇൻഡസ്ട്രിയൽ മെലാനിസവും ഒക്കെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന എവല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ ആന്ത്രോപോജനിക് ആക്ഷൻസ് എന്നാണ് പറയുന്നത്. മാൻ മെയ്ഡ് ആക്ടിവിറ്റി ഒരു ആന്ത്രോപോജനിക് ആക്ഷൻസിന് അതിന് എക്സാമ്പിൾസ് ആണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് എവല്യൂഷൻസ്. നമ്മൾ മുമ്പേ പറഞ്ഞതായിരുന്നു ഡൈവേർജൻറ്റ് എവല്യൂഷൻ and convergent evolution. Analogous organ leads to convergent evolution. Convergent ആദ്യം എഴുതാം. Convergent evolution lead to convergent evolution. Convergent evolution. Analogous organ lead to convergent evolution. Divergent evolution, homologous organ lead to homologous organ leads to അതിന് കാരണമാകും ഡൈവേർജൻറ്റ് എവല്യൂഷൻ. അത് നമ്മൾ HD ആൻഡ് AZ എന്ന് പറഞ്ഞ രണ്ട് കോഡ് പറഞ്ഞു തിരിഞ്ഞു പോകാതിരിക്കാൻ. HD ആൻഡ് AC എന്ന് പറഞ്ഞാൽ അനലോഗസ് ഓർഗൻ ലീഡ് ടു കൺവർജൻറ്റ് എവല്യൂഷൻ. HD എന്ന് പറഞ്ഞാൽ ഹോമലോഗസ് ഓർഗൻ ലീഡ് ടു ഡൈവർജൻറ്റ് എവല്യൂഷൻ. അപ്പോൾ എന്താണ് ഡൈവർജൻറ്റ് എവല്യൂഷനും കൺവർജൻറ്റ് എവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം? ഈ ഡൈവർജൻറ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എവല്യൂഷണറി പ്രോസസ്, ഒരു എവല്യൂഷണറി പ്രോസസ്സാണ്. ഇറ്റ്സ് എൻ എവല്യൂഷൻ ബൈ വിച്ച് പരസ്പര ബന്ധമുള്ള ആൾക്കാർ related species become similarity കുറച്ച് കാണിക്കും, becomes less similar. അതായത് ഡൈവർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എവല്യൂഷണറി പ്രോസസ്സാണ്. പരസ്പര ബന്ധമുള്ള സ്പീഷ്യസുകൾ സിമിലാരിറ്റി കുറച്ച് കാണിച്ചുകൊണ്ട് become less similar, survive and adapt in അവർ സർവൈവ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യും. എവിടെയാണ്? ഇൻ ഡിഫറൻറ്റ് എൻവിറോൺമെൻ്റൽ കണ്ടീഷൻ. അതാണ്. അതുപോലെ അത് 2 പോയിന്റ് 2 കോളം വരച്ചാണ് നമ്മൾ എഴുതേണ്ടുന്നത്. ഒരു കോളത്തിനകത്ത് കൺവർജൻ്റ് എവല്യൂഷൻ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ആദ്യം കൺവർജൻ്റോ ഓർ ഡൈവർജൻ്റോ. അപ്പോൾ നമ്മൾ ആദ്യം തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതങ്ങ് എഴുതുക. അനലോഗസ് ഓർഗൻ ലീഡ് ടു കൺവർജൻറ്റ് എവല്യൂഷൻ or AC. ഡൈവർജൻ്റ് എവല്യൂഷൻ HD എന്ന കോഡ് ഓർക്കണം. ഹോമലോഗസ് ഓർഗൻ ലീഡ് ടു ഡൈവർജൻ്റ് എവല്യൂഷൻ. നമ്മൾ പഠിച്ചായിരുന്നു അഡാപ്റ്റീവ് റേഡിയേഷൻ. ഡാർവിൻ ഫിഞ്ചസ് അഡാപ്റ്റീവ് റേഡിയേഷൻ വിത്ത് ഡൈവർജൻ്റ് എവല്യൂഷനാണ്. പല സ്പീഷ്യസുകൾ ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായോ? വളരെ റിലേറ്റഡ് സ്പീഷ്യസുകളാണ്. അവർ സിമിലാരിറ്റി കുറച്ച് കാണിച്ചുകൊണ്ട് പല എൻവിറോൺമെൻ്റൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യും. അതാ പറഞ്ഞത്, divergent evolution is the evolution by which
റിലേറ്റഡ് സ്പീഷ്യസ്, പരസ്പര ബന്ധമുള്ള ആൾക്കാർ സിമിലാരിറ്റി കുറച്ച് കാണിച്ചുകൊണ്ട് പല എൻവറോൺമെൻറ്റൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൺവെർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമായിട്ട് നമ്മൾ എഴുതണം. എവല്യൂഷൻ ബൈ വിച്ച് പരസ്പര ബന്ധമില്ലാത്ത ആൾക്കാർ, അൺറിലേറ്റഡ് സ്പീഷ്യസ് ബിക്കം മോർ സിമിലർ, കൂടുതൽ സിമിലാരിറ്റി കാണിക്കും. സിമിലാരിറ്റി കൂടുതൽ കാണിക്കും. സർവൈവ് ആൻഡ് അഡാപ്റ്റ് ഇൻ, അവർ സർവൈവ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും സിമിലർ, ഒരുപോലുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ. അതാണ് പരസ്പര ബന്ധമില്ലാത്ത ആൾക്കാർ കൂടുതൽ സിമിലാരിറ്റി കാണിച്ചുകൊണ്ട് ഒരേ എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ സർവൈവ് ആൻഡ് അഡാപ്റ്റ് ഇൻ സിമിലർ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ, ഒരേ എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യും. അതിനെയാണ് നമ്മൾ കൺവെർജൻ എവല്യൂഷൻ എന്ന് പറയുന്നത്. എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ. ഇനി ഹോമലോഗസ് ഓർഗൻസുകളുടെ പ്രത്യേകത, ഹോമലോഗി ഇൻഡിക്കേറ്റ് കോമൺ ആൻസെക്ട്രി ഉണ്ട് ഹോമലോഗിക്ക്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡൈവർജൻ ആൻഡ് കൺവെർജൻ്റ് എവല്യൂഷൻ. അനലോഗി ഓർ അനലോഗസ് ഓർഗൻ ലീഡ് ടു കൺവെർജൻ്റ് എവല്യൂഷൻ, AC എന്ന് പറയുന്ന കോഡ്. ഡൈവർജൻ്റ് എവല്യൂഷൻ HD, ഹോമലോഗസ് ഓർഗൻ ലീഡ് ടു ഡൈവർജൻ്റ് എവല്യൂഷന് കാരണമാകും. നമ്മൾ മനസ്സിലാക്കി പഠിച്ച ഏതെങ്കിലും ഒരെണ്ണം തിരിഞ്ഞു. ഈ ഡൈവർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമുള്ള ആൾക്കാരുകൾ സിമിലാരിറ്റി കുറച്ച് കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ സർവൈവ് ചെയ്യും. അനലോഗസ് ഓർഗനിൽ കൺവെർജൻ്റ് എവല്യൂഷനാണ് കാരണമാകുന്നത്. അപ്പോൾ ഇത് ഡൈവർജൻ്റ് എവല്യൂഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് നേരെ വിപരീതമായി നമ്മൾ അവിടെ പറയണം. അതെന്ന് പറഞ്ഞാൽ കൺവെർജൻ്റ് എവല്യൂഷൻ ഈസ് ദി എവല്യൂഷൻ ബൈ വിച്ച് പരസ്പര ബന്ധമില്ലാത്ത ആൾക്കാരാണ്, അൺറിലേറ്റഡ് സ്പീഷ്യസ് ബിക്കം മോർ സിമിലർ, കൂടുതൽ സിമിലാരിറ്റി കാണിക്കും. സർവൈവ് ആൻഡ് അഡാപ്റ്റഡ് ഇൻ സിമിലർ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ, ഒരേ എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിൽ അവർ സർവൈവ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈവർജൻ ആൻഡ് കൺവെർജൻ എവല്യൂഷൻസിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 എവല്യൂഷൻസിൻ്റെ പാർട്ട് 1 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സെക്കൻഡ് ഇയറിൽ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എവല്യൂഷൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നത് ഹാഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ അതിൻ്റെ ഗ്രാഫുകൾ, ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ, പ്ലാന്റ് എവല്യൂഷൻ, അനിമൽ എവല്യൂഷൻ, ഹ്യൂമൻ എവല്യൂഷൻ, ബാക്കിയുള്ള പാട്ടായിരിക്കും നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.